ഞാൻ ആദ്യമായി തെലുഗു ലാംഗ്വേജിൽ തന്നെ പോയി കണ്ടൊരു തെലുഗു സിനിമ. സ്വാഭാവികമായും ഇതിൽ മോഹൻലാൽ അഭിനയിച്ചിരിക്കുന്നത് കൊണ്ട് ഇതിന്റെ മലയാളം വെർഷനും അന്ന് ബാംഗ്ലൂരിൽ ഇറങ്ങിയിരുന്നു. എന്നാൽ മുൻപ് ഞാൻ പല തമിഴ് മാസ് ഹീറോസിന്റെ സിനിമയും അവരുടെ ഓഡിയൻസിന്റെ ഇടയിലിരുന്ന് തന്നെ കണ്ടതൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അതേപോലെ ഇത്തവണ തെലുഗു പരീക്ഷിക്കാമെന്ന് കരുതി. കാരണം ഇതിലെ നായകൻ ജൂനിയർ NTR അവിടെ അറിയപ്പെടുന്നത് മാൻ ഓഫ് മാസസ് എന്നാണ്. അങ്ങനെ പടം തുടങ്ങി ഫ്ലാഷ് ബാക്കിലെ ലാലേട്ടന്റെ പോർഷൻസ് കാണിച്ചുകൊണ്ടാണ് തുടക്കം. ഒരു 2 വർഷം മുൻപ് മൂപ്പർ അഭിനയിച്ച മറ്റൊരു അന്യഭാഷാ സിനിമയിലും ഇങ്ങനെ തന്നെയായിരുന്നു തുടക്കം. ബട്ട് ഇതിൽ കാര്യങ്ങൾ അതിനേക്കാൾ കുറച്ചുകൂടി ബെറ്ററായി കാണിച്ചിട്ടുണ്ടെന്നൊരു തോന്നൽ. അങ്ങനെ പടം തുടങ്ങി ഏതാണ്ട് 20 മിനിറ്റ് ഒക്കെ ആകുമ്പോഴേക്ക് എൻവിറോൺമെന്റൽ ആക്ടിവിസ്റ്റ് കൂടിയായ നമ്മുടെ നായകന്റെ എൻട്രി. പിൽക്കാലത്ത് ഇതിന്റെ മലയാളം വെർഷൻ കണ്ടപ്പോഴാണ് ഒരു കാര്യം മനസ്സിലായത്. നായകന്റെ ഇൻട്രോ സമയത്ത് കാണിച്ചിരുന്ന ആ സോങ് മലയാളത്തിൽ ഉണ്ടായിരുന്നില്ല എന്ന്. ശേഷം നായകന്റെ ബോംബെയിലെ ജീവിതമൊക്കെ കാണിക്കുന്നു. അവിടെ വെച്ച് രണ്ടാമത്തെ ഒരു സോങ്, ഒരു പിക്നിക് സോങ്, അതും മലയാളത്തിൽ ഉണ്ടായിരുന്നില്ല. ഇനി ഇതും കഴിഞ്ഞ് നായകനും നായികയും തങ്ങളുടെ ഇഷ്ടം പറഞ്ഞതിനു ശേഷം മറ്റൊരു സോങ്. എന്നാൽ ഈ സോങ് മലയാളം വെർഷനിലും ഉണ്ടായിരുന്നു. ഈ സോങ്സിനെ പറ്റിയൊക്കെ ഇങ്ങനെ എടുത്തു പറയാൻ കാരണം ഓരോ സോങ് കഴിയും തോറും ഇദ്ദേഹത്തിന്റെ ഡാൻസിങ് സ്കില്ല് കണ്ട് നമ്മൾ ഭയങ്കര ഇംപ്രസ്ഡ് ആവുകയാണ്. ഇനി അതും കഴിഞ്ഞ് ഈ പ്രകൃതി സംരക്ഷണത്തിന്റെ ഭാഗമായി തന്നെ ഇയാൾ ഒരു പ്രശ്നത്തിൽ തലയിടുകയും അതിനെതിരെ ഇയാൾക്കൊരു വാർണിംഗ് കിട്ടുകയും അവിടെ വെച്ച് സിനിമയിലെ ഫസ്റ്റ് ഫൈറ്റ്. കാര്യം ഈ NTR എന്ന് പറയുന്ന പുള്ളി വലിയ സൈസ് ഒന്നുമില്ലെങ്കിലും ഇയാളുടെ ഡയലോഗ് ഡെലിവറിയും ബോഡി ലാംഗ്വേജും ഒക്കെ ഭയങ്കര കൺവിൻസിംഗ് ആയിരുന്നു. ഒരു ഫൈറ്റ് സീൻ തുടങ്ങുന്നതിന് മുമ്പുള്ള ഇയാളുടെ ഡയലോഗ് കേട്ടാൽ നമുക്ക് തന്നെ ഫീൽ ചെയ്യും, ഇവൻ വിചാരിച്ചാൽ ഇവരെയൊക്കെ തല്ലി തോൽപ്പിക്കാൻ പറ്റുമെന്ന്. അതുകൊണ്ട് തന്നെ അതിനുശേഷം ഇയാൾ തല്ലുന്നത് വലിയ വലിയ സൈസുള്ള ആളുകളെയാണെങ്കിലും ഇത് കണ്ടിരിക്കാൻ പറ്റും. അങ്ങനെ ആ അടിപിടിയുടെ റിപ്പർക്കേഷന്റെ ഭാഗമായി ഇദ്ദേഹത്തിന് കുറച്ചു കാലം ബോംബെയിൽ നിന്ന് മാറി നിൽക്കേണ്ടി വരികയും എന്നാൽ അവിടെ വെച്ചും ഈ എൻവിറോൺമെന്റൽ പ്രശ്നത്തിന്റെ പുറകെ പോയി മറ്റൊരു ഫൈറ്റ് നടക്കുന്നു. ഇതാണ് ഇന്റർവെൽ ഫൈറ്റ്. ഒരു കരിങ്കൽ ക്വാറിയും കുറെ ലോറികളും ഒക്കെയാണ് അതിന്റെ പശ്ചാത്തലം. സ്ലോ മോഷൻ ഷോട്ടൊക്കെ കറക്റ്റായി ബ്ലെൻഡ് ചെയ്തുകൊണ്ടുള്ള ഒരു കിഡിലൻ ഫൈറ്റ് ആയിരുന്നു അതും. അങ്ങനെ അവസാനം ഈ ഫൈറ്റ് നടത്തിയവനെ ആ നാട്ടിലെ പാരലൽ ഗവൺമെന്റ് ആയ ജനതാ ഗ്യാരേജിന്റെ ഹെഡ്, അതായത് ലാലേട്ടൻ, പോയി കാണുന്നു. ജനങ്ങളുടെ പ്രശ്നങ്ങളിൽ ഇടപെട്ടിരുന്ന ഒരു പഴയ സിംഹമായ അദ്ദേഹത്തിന് തന്റെ മകൻ തയ്യാറാവാത്തതുകൊണ്ട് ഇന്നിങ്ങനെ ഒരാളുടെ ആവശ്യമുണ്ടെന്ന് അറിയിക്കുകയും ഇവർ രണ്ടുപേരും ഒരുമിക്കുകയും ചെയ്യുന്നു. ഇനി അടുത്ത് വരുന്നതാണ് ഒരു ഗവൺമെന്റ് ഓഫീസ് ഫൈറ്റ്. ഇവർ ഒരുമിച്ചതിനു ശേഷം നായകൻ സാധാരണക്കാരന് വേണ്ടി ഏറ്റെടുക്കുന്ന ആദ്യത്തെ ജോലി. ആ ഓഫീസിനകത്ത് വെച്ചുള്ള വാണിങ്ങും അതിനുശേഷം കാണിക്കുന്ന ഫൈറ്റും കിടിലനായിരുന്നു. ഇയാൾ തല്ലുമ്പോൾ ഇയാളുടെ കൂടെ പോയ ആളുകൾ ചുറ്റും നിന്ന് ആവേശം കൊള്ളുന്നതായി കാണിക്കുന്നുണ്ട്. ആ ആവേശം നമുക്കും കൂടി കിട്ടുന്നതായിരുന്നു ആ ഒരു ഫൈറ്റ്. ഇനി ഇതും കഴിഞ്ഞ് ഇതിലെ ലാസ്റ്റ് സോങ്, ഒരു പക്ക മാസ് സോങ്. ഇയാളിലെ ഡാൻസർ മുഴുവനായിട്ട് അങ്ങ് ഇറങ്ങി കളിച്ചൊരു സംഭവം. ഇതിനുശേഷമാണ് കൂട്ടത്തിൽ ഒരാൾ മരിച്ചതായി ഇവർ നേരിട്ട് കാണുന്ന ഒരു രംഗം വരുന്നത്. അഭിനയത്തിന്റെ കാര്യത്തിൽ മോഹൻലാലിന് എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് നമുക്കറിയാം. എന്നാൽ ഒട്ടും ഓവറാക്കാതെ വളരെ തന്മയത്വത്തോടുകൂടി ഇദ്ദേഹവും ആ സീൻ കൈകാര്യം ചെയ്തു. ഇനി ഇതും കഴിഞ്ഞ് ക്ലൈമാക്സിലെ ഫാക്ടറി സെറ്റപ്പിലുള്ള ഒരു ഫൈറ്റ്. ഇദ്ദേഹം ഇടിച്ചിടുന്നത് വമ്പൻ തടിമാടന്മാരെ ആണെങ്കിലും സിനിമ ഈ ഒരു പോയിന്റിൽ എത്തുമ്പോഴേക്ക് ഞാൻ ഇയാളുടെ ഫാനായി മാറിക്കഴിഞ്ഞിരുന്നു. ഇയാൾ എന്ത് ചെയ്താലും നമ്മൾ ആക്സെപ്റ്റ് ചെയ്യും എന്ന ലെവൽ. സോ ഒരു തെലുഗു നടൻ മോഹൻലാൽ കൂടെയുള്ള ഒരു സിനിമയിൽ എന്ത് കാണിക്കാനെന്ന് വിചാരിച്ചെടുത്തു നിന്ന് തെലുങ്കിൽ നിന്ന് ആർക്കെങ്കിലും അത് ചെയ്യാൻ സാധിക്കുമെങ്കിൽ ഇയാൾക്ക് മാത്രമേ അത് പറ്റുള്ളൂ എന്ന് നമ്മളെ കൊണ്ട് തോന്നിപ്പിച്ച് തിയേറ്ററിൽ നിന്ന് ഇറങ്ങിയൊരു സിനിമ. അതായിരുന്നു ജനതാ ഗ്യാരേജ്.